പ്രിയപ്പെട്ടവരെ, നമ്മൾ ശ്രമിച്ച സുവിശേഷഭാഗം എന്നും വിവാഹത്തിനൊക്കെ വായിക്കുന്നതാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്നോ നോക്കാം. 3 കാര്യങ്ങൾ ശ്രദ്ധാവിഷയമാകുന്നു. നമ്മളാ കല്യാണത്തിൽ നിന്ന് പോയാലും വിളിച്ചിട്ടില്ല അല്ലേ? എങ്ങനെ പോകുന്നത്? വിളിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് പ്രിയപ്പെട്ടവരെല്ലാം അവരുണ്ട് അല്ലെ? ഈശോയുണ്ട്, അപ്പസ്തോലന്മാരുമുണ്ട്, പിന്നെ കെട്ടിക്കാനുള്ള പെണ്ണുണ്ട് അല്ലേ? ഇങ്ങനെ എല്ലാവരും ഉണ്ട്. നമ്മൾ ആ ഭവനത്തിൽ ചെല്ലുമ്പോൾ 3 കാര്യങ്ങൾ ശ്രദ്ധാവിഷയമാകും. 1, a confused family. 2, a confident mother. 3, a competent master. 1, a confused family. ടോട്ടൽ കൺഫ്യൂഷൻ ആണ് അല്ലേ? തീർന്നു പോയി. അവരുടെ വിവാഹം 7 ദിവസം നിലനിൽക്കുന്ന വിവാഹ ആഘോഷങ്ങളാണ്. എപ്പോ വേണേലും ഭരണം കൊണ്ടൊക്കെ പിടിക്കുന്നത് കാണാം അല്ലേ? അപ്പോൾ ഏറ്റവും ആവശ്യമായിരിക്കുന്നത് അനുഗ്രഹത്തിന്റെ പ്രതീകമായ വീഞ്ഞാണ്. അങ്ങനെ കാണാവുന്നത് അനുഗ്രഹത്തിന്റെ പ്രതീകമായ വീഞ്ഞ്. ആ വീഞ്ഞെങ്കിൽ ആ വരനെ കൊണ്ട് വീട് ഇറങ്ങിപ്പോകും. പിന്നെ ആ കുട്ടിയുടെ കല്യാണം ഒരിക്കലും നടന്നു വരില്ല. അത്രയും വലിയ വിഷമത്തിലാണ് പരിശുദ്ധ അമ്മയും ഇടപെടുന്നത്. അപ്പോൾ കൺഫ്യൂസ്ഡ് ഫാമിലി. എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. കടബാധ്യതകൾ കൂടുന്നു. ദമ്പതികൾക്കിടയിൽ സ്നേഹമെന്ന് പറയുന്നത് പലപ്പോഴും ഇല്ലാതെ പോകുന്നു. ചിലപ്പോൾ ഒരാഴ്ച 2 ആഴ്ച ഉണ്ടാകും നടക്കുന്നു. പിന്നെ വല്ല ബന്ധുക്കളും വന്ന് മിണ്ടുള്ളൂ. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നു. കൺഫ്യൂഷനിലൂടെ കടന്നു പോവുകയാണ്. ഇന്നത്തെ ഈ ക്രിസ്തീയ കുടുംബങ്ങൾ, ആയിരക്കണക്കിന് ക്രിസ്തീയ കുടുംബങ്ങൾ കാണാതെ ഈ കുടുംബത്തിന്റെ പ്രതീകം കൺഫ്യൂഷന്റെ സ്റ്റേജാണ്. മധ്യ കേരളത്തിൽ ഒരു പെൺകുട്ടി ഒരു ഈഴവനോടൊക്കെ ലോഡ്ജുകളിലൊക്കെ വ്യഭിചരിച്ച് നടക്കുന്നത് മലയാളത്തിൽ പറഞ്ഞു, കർത്താവിന്റെ വാക്കിൽ പറഞ്ഞു. ഇങ്ങനെ 3-4 വർഷം നീങ്ങി. ഒരു കൂട്ടുകാരനോട് അപ്പനോട് മതി, എടാ നിന്റെ മോള് മാത്രം ശരിയല്ലോ അങ്ങനെ പറ്റി. ആ ഒരു ലോഡ്ജുകളിലൂടെ ഇങ്ങനെ ഇതിന്റെ കൂടെ കറങ്ങുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. ലോഡ്ജുകളിലൂടെ കറങ്ങുന്നുണ്ട്. എന്റെ മോൾ അങ്ങനെ ചെയ്യില്ല. നീ വീട്ടിൽ ചെല്ലുമ്പോ മോളോടൊന്ന് ചോദിക്കണം. വീട്ടിൽ വന്നു, മോളെ വിളിച്ചു, അടുത്തിരുത്തി. അപ്പനും മോളും ഭയങ്കര കൂട്ടാണ്, ഭയങ്കര സ്നേഹമാണ്. മോളെ വിളിച്ച് അടുത്തിരുത്തി, മോളെ നിന്നെ കുറിച്ച് ഞാൻ എന്നോടൊക്കെ കേട്ടു. നീ ഹോട്ടലുകളിൽ കൂടെ ലോഡ്ജുകളിൽ കൂടെ ഒക്കെ വ്യഭിചരിച്ച് നടക്കുന്നു, ഹോട്ടലുകളിലൂടെ തിന്നു നടക്കുന്ന ഒരു ഹിന്ദുവിന്റെ പുറകെയാണെന്നൊക്കെ ഞാൻ കേട്ടു. ശരിയാണോ മോളെ? മോള് പറഞ്ഞു, പപ്പ കേട്ടതോളം ശരിയാണ്. ആ മനുഷ്യൻ ഉണ്ടായ കൺഫ്യൂഷൻ നമുക്ക് മനസ്സിലാക്കാമല്ലോ. ഭാര്യയോട് ചോദിച്ചത് നിനക്ക് ഇതൊക്കെ അറിയാമായിരുന്നു ചോദിച്ചു. പെട്ടെന്നൊരു മറുപടി കിട്ടി. എന്നാ പറയുന്നത്? കുറെയെല്ലാം അറിയാമായി, കുറെയെല്ലാം അറിയാമായിരുന്നു. എന്തായാലും നല്ല ശമ്പളം ഉണ്ടായാലും ഒരു ഗവൺമെന്റ് ജോലി രാജിവെച്ചു. ഭക്ഷണമൊന്നും കഴിക്കുന്നില്ലെന്നായി, വെള്ളമൊന്നും കുടിക്കുന്നില്ലെന്നായി. ഈ മനുഷ്യനാകെ തകർന്നടിഞ്ഞു പോയി. അവര് തമ്മിലുള്ള ദാമ്പത്യ ബന്ധവും അവിടെ അവസാനിച്ചു. ഞാൻ വഞ്ചിക്കപ്പെട്ട് ഞാൻ ഇത്രയധികം സ്നേഹിച്ച എന്റെ ഭാര്യയെ, എന്റെ മകളും കൂടി എന്നെ ഇത്രയധികം വഞ്ചിച്ചു. ഒരു മകള് ഇങ്ങനെ തെറ്റിച്ചുകൊണ്ട് ചാടുമ്പോൾ ആ അപ്പനെ അമ്മയുടെ അവിടെ കാണിക്കുന്നത് അല്ലേ? മാതാപിതാക്കളുടെ സുഹൃത്തിയൊക്കെ നോക്കണം. മാതാപിതാക്കളുടെ തുടർച്ചയാണ്, സത്തയാണ് മക്കൾ. ഇപ്പൊ ഒരു മകളങ്ങനെ ചെയ്യുമ്പോൾ അത് അപ്പനെ അമ്മയുടെ ആ തെറ്റിൽ കൊണ്ടാകുന്നു. കാരണം അപ്പനെ അമ്മയുടെ തുടർച്ചയാണ്. ഈ സംഭവങ്ങളെല്ലാം വീട്ടിൽ അറിഞ്ഞ കാര്യവും അപ്പൻ തകർന്ന കാര്യവും അവരുടെ ബന്ധം തിരിഞ്ഞ കാര്യവും ഒക്കെ അവനെ അറിയിച്ചു. ഉടനെ അത് പോയി രജിസ്റ്റർ ചെയ്തു. അവള് ഒരു ദിവസം
കിട്ടിയതൊക്കെ പെറുക്കിയുള്ള ആഭരണങ്ങളും എല്ലാം അവരുടെ പിന്നാലെ ഇറങ്ങി പോവുകയോ അപ്പം കാട്ടിലായി അമ്മ അടുക്കളയിൽ ഇങ്ങനെ കരഞ്ഞു കുടിഞ്ഞിരിക്കുന്നു. അപ്പം കാട്ടിൽ മകള് അവരുടെ കൂടെ പാവജീവിതത്തിലേക്ക് പോവുകയാണ്. അത് സാധിക്കാൻ പറ്റുന്നില്ല. ഇവരെ കാത്തു സൂക്ഷിച്ച വിശ്വാസം അത് കാത്തു സൂക്ഷിക്കണ്ടേ? കൂതാശകൾ സ്വീകരിച്ച ഒരു വ്യക്തി പാപത്തിലേക്ക് പോകുമ്പോൾ വിശ്വാസമുള്ളവർക്ക് സാധിക്കാൻ പറ്റുന്നില്ല. ഒരു പാപത്തോടും ഞാൻ പറഞ്ഞു ഫാമിലി അത്യധികമായ ആനന്ദത്തിലും സന്തോഷത്തിലും കഴിയുന്ന കുടുംബം പീജിക്ക് പഠിക്കുമ്പോഴും ഈ മകൾ അപ്പന്റെ മടിയിൽ കയറിയിരിക്കും. അപ്പന്റെ സ്നേഹം അനുഭവിക്കുവാൻ അത്രയധികം സ്നേഹത്തിൽ കടന്നുപോയ കുടുംബം. ഞാൻ പറഞ്ഞു കൺഫ്യൂസ്ഡ് സ്റ്റേജാണ്. കടവാക്കുകയാണ്, ബിസിനസ് തകർന്നു, സ്നേഹബന്ധങ്ങളെല്ലാം അസ്തമിച്ചു, സഹോദരങ്ങളിലെ സ്നേഹം ഇല്ലെന്നായി. അങ്ങനെ കൺഫ്യൂസ്ഡ് സ്റ്റേജിലുള്ള നൂറുകണക്കിന് ആയിരക്കണക്കിന് ക്രിസ്തീയ കുടുംബങ്ങളുടെ പ്രതീകമാണ് ഈ കുടുംബം. രണ്ടാമത്തേത് കോൺഫിഡന്റ് മതം. വിശ്വാസവതിയായ അമ്മ അവിടെ ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് കാര്യം മനസ്സിലായി. സ്ത്രീകൾക്ക് കാര്യങ്ങളെ ശ്രദ്ധിക്കാനുള്ള കഴിവ് പുരുഷന്മാരെക്കാൾ കൂടുതൽ കൊടുത്തിട്ടുണ്ട്. ഇല്ല, എങ്ങനെയല്ലേ? അങ്ങനെയാണ്. അമ്മ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി. വീഞ്ഞ് ദീർഘമായപ്പോൾ ഇനി ആ വിവാഹം നടക്കുന്നില്ലെന്നായി അമ്മ ഇടപെടുകയാണ്. മകനോട് പറയാൻ കാര്യം നടക്കും, ഇല്ലെങ്കിൽ കരടും കൊണ്ടൊരു വീടും ഇറങ്ങിപ്പോവും. ഇതിനപ്പുറം നടക്കേണ്ടതൊന്നുമില്ല കുടുംബത്തിന്. അവർ കുട്ടിയുടെ വിവാഹം നടക്കില്ല. അമ്മ ഇടപെടുകയാണ്. വേദനിക്കുന്ന ഹൃദയത്തോടെ, നൊമ്പരപ്പെടുന്ന ഹൃദയത്തോടെ ഒരു കുടുംബം മുഴുവൻ ഉണ്ടാവുന്ന, അത് വന്നിരിക്കുന്നത് എല്ലാം അപമാനകരാവുന്ന ഒരു സ്ഥിതിയിലാണ് പരിശുദ്ധിയാവുന്ന ഈശോയുടെ അടുത്ത് വന്ന് അവർക്ക് വീഞ്ഞില്ല. സ്ത്രീയെ വേണോ അവർക്ക് വീഞ്ഞില്ല. ഇന്നാണെങ്കിൽ അമ്മ എന്നൊക്കെ പറയും, അവർക്ക് പ്രാർത്ഥനയില്ല, അവർക്ക് സ്നേഹമില്ല, അവർക്ക് കരുണയില്ല, അവർക്ക് എളിമയില്ല. ഇങ്ങനെ ഇതെല്ലാം പറയാൻ പാടില്ലേ? അല്ലേ? നമ്മളെ കുറിച്ച് പരിശുദ്ധി അമ്മയെ നമ്മുടെ അന്നത്തെ ജീവിതത്തിൽ ഭാര്യ ഭർത്താവിനെ നമ്മൾ കാണാൻ വരിക, അന്ന് പ്രകാശത്തിൽ എഴുന്നേറ്റ് വരികയോ എന്തെല്ലാം പറയും. എന്താണ് നമ്മുടെ അവസ്ഥകൾ? തീർന്നുപോയി. പരിശുദ്ധി അവിടെ ഇടപെടുകയാണ്. ദാമ്പത്യ ജീവിതത്തിൽ കുറവുകളുണ്ടോ എന്ന് ചിന്തിക്കുക. ഏറ്റവും വലിയ കുറവ് വരുന്നത് സ്നേഹത്തിന്റെ കുറവ്. ഞങ്ങൾ സന്യാസവർഗം മത്സരങ്ങളും ദാരിദ്ര്യം ബ്രഹ്മചര്യം ഏറ്റവും കുറവ് വരാൻ സാധ്യതയുള്ളത് സ്നേഹത്തിന്റെ ദാരിദ്ര്യമാണ്. ഇപ്പോൾ സാധ്യതകളാണ്. അങ്ങനെയാണെന്നെ സ്ഥാപിക്കാനല്ല. ദമ്പതികളുടെ ജീവിതത്തിലും അവർക്ക് വീഞ്ഞില്ല, അവർക്ക് സ്നേഹമില്ല. ഈ സ്നേഹരാഹിത്യത്തിലാണ് ഓരോ കുടുംബം കഴിയുന്നത്. ഒത്തിരി വിഴുപ്പലക്കലുകളും വഴക്കുകളും എല്ലാം ഇങ്ങനെ നടക്കുന്നോണ്ടിരിക്കുകയാണ് കുടുംബത്തിൽ. ഭാര്യ ഭർത്താവ് മാതൃകാക്കൊണ്ട് സ്നേഹത്തിന്റെ വാക്കുകൾ, പ്രോത്സാഹനത്തിന്റെ വാക്കുകളും ചെറിയതിന് പകരം ചെറിയും എപ്പോഴും ഒരു വൈരാഗ്യത്തിന്റെ ആയിരിക്കുന്നത്. അതാണ് ശബ്ദിക്കുന്നത്. ആ കുടുംബത്തിൽ സമാധാനത്തിലെത്തുമോ? അത് കലഹത്തിലേക്ക് ഇങ്ങനെ തുടർച്ചയായി കലഹത്തിൽ കഴിയുന്നവരുണ്ട്. അറിഞ്ഞുകൂടാ. നമുക്കും ഒരു മനസാന്തര അനുഭവം ആവശ്യമാണ്. കോവിഡ് മാസ്റ്റർ സർവ്വപരമായ ഈശോ അവിടെ ഉണ്ടായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ, ഹൃദയങ്ങളിൽ സ്നേഹം നിറയ്ക്കുവിൻ. ഈ ഭരണികൾ കാലിയായിരിക്കും. അത്
വഴിയുണ്ട്. പുതിയ നിയമം ആരംഭിക്കുകയാണ്. അതുകൊണ്ടാണ് സുവിശേഷത്തിന്റെ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ ആദ്യഭാഗത്ത് തന്നെ അത് രേഖപ്പെടുത്താൻ കാരണവും അത് തന്നെയാണ്. പഴയ നിയമം ഏതാണ്ട് അവസാനിക്കുന്നു, പുതിയ നിയമം ആരംഭിക്കുന്നു. അതിന്റെ പ്രത്യേകവും കൂടെ ഭരണികളിൽ വെള്ളം നിറയ്ക്കുകയും ഹൃദയങ്ങളിൽ സ്നേഹം നിറയ്ക്കുകയും അല്ലേ? നമ്മുടെ സ്നേഹം മനസ്സിലാക്കണം. ഭരണികളിൽ വെള്ളം നിറയ്ക്കുന്ന ഭരണികളിൽ ഒന്നും ഇല്ലായിരുന്നു, ഹൃദയങ്ങളിൽ ഒന്നും ഇല്ലായിരുന്നു. ആത്മാർത്ഥമായിട്ട് ചിന്തിക്കുക. ഒരു ഭർത്താവിന്റെ ഹൃദയത്തിൽ ദൈവം സ്നേഹത്തിന്റെ ഒരു ഉറവയെ തുറന്നിട്ടുണ്ടോ? അതൊരു ഭാര്യയുടെ ഹൃദയത്തിലേക്ക് തുറന്നു കൊടുക്കുക. ഒരു ഭാര്യയുടെ ഹൃദയത്തിൽ ദൈവം സ്നേഹത്തിന്റെ ഒരു ഉറവയെ തുറന്നിട്ടുണ്ടോ? അതൊരു ഭർത്താവിന്റെ ഹൃദയത്തിലേക്ക് തുറന്നു കൊടുക്കുക. ഇത് നിങ്ങളുടെ പ്രധാന ദൗത്യമാണ്. പ്രിയപ്പെട്ടവരെ, ഒരു ഭാര്യ അവളുടെ ഹൃദയം സ്നേഹരഹിതമായിരിക്കാൻ പാടില്ല. ഒരു ഭർത്താവിന്റെ സ്നേഹം ആ ഭാര്യയുടെ ഹൃദയത്തിൽ നിറയണം. ഒരു ഭർത്താവ് സ്നേഹരഹിതനായ സ്നേഹമില്ലാത്ത ആളായിരിക്കാൻ പാടില്ല. ആ ഭാര്യയുടെ ഹൃദയത്തിൽ ദൈവം നിശ്ചയിച്ചിരിക്കുന്ന സ്നേഹം അത് ഭർത്താവിന്റെ ഹൃദയത്തിലേക്ക് ജോലി കൊടുക്കണം. ചിലപ്പോൾ ഭർത്താവിന്റെ ഹൃദയത്തിൽ നിന്ന് വറ്റിപ്പോയേക്കാം. ഒരപ്പൻ എന്നോട് പറയുക, എന്റെ മകളെ ഞാൻ വിവാഹം കഴിച്ചയക്കുമ്പോൾ അവർക്ക് ഏതാണ്ട് ഒരു 15 കോടി രൂപയുടെ സമ്പത്തുണ്ടായി. 20 വർഷം കഴിഞ്ഞപ്പോൾ അത് 30 കോടി രൂപയുടെ കടബാധ്യതയായിട്ട് മാറും. ആകെ വിഷമത്തിലായി, ദുഃഖത്തിലായി. അവന്റെ നിർദ്ദേശം എന്താണെന്നറിയാമോ? നമുക്ക് രണ്ടുപേർക്കും കുഞ്ഞുങ്ങൾക്കും കൂടെ ആത്മഹത്യയിലേക്കാം പോയേക്കാം. പല പ്രാവശ്യം പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക. എന്തെങ്കിലും നടപ്പാക്കുന്നത് പോലും അവർക്ക് പേടിയുള്ളൂ. ചേട്ടാ, നമ്മുടെ ജീവൻ കർത്താവുന്നതല്ലേ? നമുക്കൊരു മകനേക്ക് ആരും അറിയാതെ എവിടേക്കെങ്കിലും പോയാൽ ഈജിപ്തിലേക്ക് പലായനം ചെയ്തതുപോലെ നമുക്കും പോയാലോ ചേട്ടാ? ഓടിയെ കൊണ്ടുപോകാൻ ഒറ്റ പൈസ കയ്യിലില്ല. എങ്ങോട്ടായി പോകുന്നത്? അതിലൊക്കെ എളുപ്പം അനുഭവത്തിയോ. ഇങ്ങനെ പറഞ്ഞ് രണ്ടുപേരും കൂടെ 2 ആഴ്ച കഴിഞ്ഞു. അവള് പറഞ്ഞു അവളുടെ വീട്ടിൽ ചെന്ന് കുറച്ച് പൈസ സംഘടിപ്പിച്ചു. വീട്ടിൽ നിന്ന് കിട്ടാവുന്നതും ആ വീട്ടിലുണ്ടാകുന്നത് മുഴുവൻ എടുത്തിട്ടും സഹോദരങ്ങൾക്കിടയിൽ എടുത്തിട്ട് പിന്നെയും 30 കോടി രൂപയുടെ കടം കിടക്കുകയും കാശ് കൊടുക്കാത്തവരെ ഇടമാലം വിടില്ല. നേരം കൊടുത്തൊരു 5 മണിയാകുമ്പോൾ അവിടെ എഴുതി പോകുന്നതിന് മുമ്പ് ആൾക്കാർ വരികയും ആകെ വിഷമത്തിലും ദുഃഖത്തിലുമാണ്. എന്തായാലും അവളുടെ നിർദ്ദേശപ്രകാരം യോജിക്കാൻ തീരുമാനമെടുത്തു. രണ്ടുപേരും കൂടെ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഒരു രാത്രിയിൽ യാത്ര പുറപ്പെടുകയാണ്. ഒരു പോയതെങ്ങോട്ടാണെന്നൊക്കെ എനിക്കറിയാം. അത്യാവശ്യം വിവരങ്ങളൊക്കെ എനിക്കുണ്ട്. എന്തായാലും അതിനെപ്പറ്റി യാതൊരു വിവരവുമില്ല. അവരെ രാത്രി പാഞ്ഞു പോയി. യാതൊരു മൊബൈൽ കണക്ഷൻ ഒന്നുമില്ല. അവര് ചെന്ന ഒരു സ്ഥലത്തിൽ ചെന്ന ഒരു കുഞ്ഞു വീടൊക്കെ സംഘടിപ്പിച്ച് ഇവിടെയാണ് കേരളമൊക്കെ വിട്ടുപോയി. ഈ കേരളത്തിൽ കിടക്കാൻ തന്നെ ആരെങ്കിലും പരിചയക്കാരുണ്ടെങ്കിലും. എന്നിട്ട് ആ സ്ത്രീയെ പറഞ്ഞു, ഒത്തിരി ഉന്നതമായ ഒരു കുടുംബത്തിലെ സ്ത്രീയാണ്. അവര് പറഞ്ഞ നമുക്ക് എവിടെങ്കിലും ഒക്കെ ചേർന്ന് അന്വേഷിക്കും. വീട്ടിൽ ജോലിക്ക് നിൽക്കാനായിട്ട് അവളെ വേണം, കുഞ്ഞുങ്ങളെ നോക്കാനോ എല്ലാം വേണം. അവൾക്കൊരു വീട്ടിൽ പണിയിട്ട് ഉച്ച വരെ പ്രധാനം. ഉച്ച കഴിഞ്ഞ് വേറൊരു വീട്ടിൽ പണിയിട്ട് നല്ലൊരു കുട്ടിയാണ്. അവിടെ പണിയിട്ട് ആ 2-3 പണികളുമായിട്ട് അവർക്ക് ഒരു ജോലി കിട്ടി. ഒരു ഉറപ്പാണ്, ജീവിക്കാമോ. നല്ല മനുഷ്യരാണ്. ഭാഷാലെങ്കിലും അവർ ഇങ്ങനെ വന്നവരായതുകൊണ്ട് അവര് സ്വീകരിച്ചു. അവർക്ക് പണിയെ സ്ഥിരമാണ് ചെയ്തു കൊടുത്തു. മക്കൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങളും എല്ലാം ചെയ്ത് അവരവിടെ ജീവിച്ച് പിന്നെ കുറച്ച് സ്ഥലമെടുത്തു. അത് കൃഷി ചെയ്യാൻ തുടങ്ങി. 1-2 പേരെ കടം വീട്ടി. അതാണ് മക്കളെ കടം വരുത്തിയിട്ട് രക്ഷപ്പെട്ടു പോയതല്ലേ. എന്തിനേയും നാശമാക്കി നമുക്ക് ഓരോ വർഷവും കുറേശ്ശെ കടം വീട്ടിക്കൊണ്ടിരിക്കണം. ഇതായതാണ് പദ്ധതി. ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് അവനെ മുഴുവൻ രക്ഷപ്പെട്ടു. അവന്റെ ഉള്ളില് സ്നേഹം മാറ്റിപ്പോയി. അവനോടൊത്ത് അവൻ അനുഭവത്തിൽ
ചെയ്തേക്കാന്ന് പറയുമ്പോഴേ ഏറ്റക്കാണോ? അതല്ല. ആ അവന് ദൈവത്തിന്റെ ജീവിക്കുന്ന സ്നേഹം പറ്റിക്കൊണ്ടില്ലല്ലോ. അത് അവന്റെ ഉള്ളിലേക്ക് കൊടുക്കുകയാണ്. അവന് പോസിറ്റീവ് നന്ദി നിറയ്ക്കുകയും ഇവന്റെ കുറവുകൾ വരാൻ പ്രിയപ്പെട്ടവരെ കംപ്ലീറ്റ് കാര്യമായേക്കാം. ഖജനാവ് കംപ്ലീറ്റ് കാര്യമായേക്കാം. ഹൃദയം കംപ്ലീറ്റ് കാര്യമായേക്കാം. ചിലപ്പോൾ ചില പാപത്തിൽ നിന്ന് വീഴേക്കാം. ചിലപ്പോൾ ചില രോഗം ബാധിച്ചേക്കാം. കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടേക്കാം. കാലിന് നടക്കാനുള്ള അവസ്ഥയിലേക്ക് വന്നേക്കാം. രണ്ടു കാലം മുറിച്ചു കളഞ്ഞിരിക്കുന്ന മനുഷ്യരെ കണ്ടിട്ടുണ്ട്. അതുകൂടി നടന്നവരാ ജീവിതത്തിൽ ചില ദുഃഖങ്ങളെ ഏറ്റെടുക്കേണ്ടി വരികയാണ് പ്രിയപ്പെട്ടത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് ആ ഒരു മനോഭാവം, ഒരു ഭാര്യയുടെ ഹൃദയത്തിലെ സ്നേഹം പറ്റിപ്പോയാൽ അത് നിറയ്ക്കുക ഭർത്താവിന്റെ കടമയാണ്. ഒരു ഭർത്താവിന്റെ ഹൃദയത്തിലെ സ്നേഹം പറ്റിപ്പോയാൽ ആ ഭാര്യ പോലെ ആയാൽ അവിടെ സ്നേഹം നിറയ്ക്കാൻ വിളിക്കപ്പെട്ടവരാ. 3 സ്നേഹവാക്യങ്ങളുണ്ട്. ഒന്ന് എഫെസോസ് 3:17 വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരുവാങ്ങി അടിയുറക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കുന്നുണ്ടോ? ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കുന്നത് വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരുവാങ്ങി അടിയുറക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ക്രിസ്തു ഹൃദയങ്ങളിൽ വിശ്വാസം വഴി. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പറഞ്ഞു വന്നതും അതുതന്നെ. അതിന്റെ കാര്യമായേക്കാം. അവിടെ വിശ്വാസം വഴി ക്രിസ്തു വസിക്കണം. ക്രിസ്തു വസിക്കാത്ത ഒരു ഭർത്താവിന്റെ ഹൃദയം ഒരിക്കലും ശാന്തമല്ല. ഒരു ഭാര്യയുടെ ഹൃദയം ഒരിക്കലും ശാന്തമല്ല. വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരുവാങ്ങി അടിയുറക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്നേഹത്തിൽ വേരുവാങ്ങി. ചിലര് പാപത്തിൽ വേരുവാകുകയാണ്. ചിലര് ഭവാനങ്ങളിലേക്കും അധ്യക്ഷങ്ങളിലേക്കാണ് വേരുവാതിരിക്കുന്നത്. ജീവിക്കാൻ വേണ്ടതെല്ലാം വലിച്ചെടുക്കുന്നത് അവിടുന്നാണ്. സ്നേഹത്തിൽ വേരുവാകി. ആ സ്നേഹത്തിൽ വേരുവാകിയെങ്കിലേ അത് ക്രിസ്തുവാകുന്ന സ്നേഹത്തിലേക്ക് വേരുവാകിയെങ്കിൽ അവരിൽ നിന്ന് സ്നേഹം വലിച്ചെടുത്താൽ ഹൃദയം നിറയും. ഒരു പങ്കാളിയുടെ ഹൃദയം നിറയ്ക്കാൻ പറ്റും. വേറെ ഒരിടത്തും കിട്ടുക. പരിശുദ്ധമായ സ്നേഹം, കറകൊള്ളാത്ത സ്നേഹം, വിശുദ്ധമായ സ്നേഹം, സ്വർഗീയമായ സ്നേഹം, അത് പുത്രന്റെ സ്നേഹമാണ്. അത് മറ്റൊരിടത്തും കിട്ടുന്നതല്ല. അതുകൊണ്ടുള്ള നിറയ്ക്കെങ്കിൽ ഒരു പങ്കാളികളുള്ള നിറയ്ക്കാൻ പറ്റും. കൂട്ടുകാരിൽ തരുന്ന കുപ്പികളോടുള്ള നിറച്ചാലൊന്നും ഒരു ഭാര്യയുടെ ഉള്ളിലേക്ക് കൊടുക്കാൻ ഒന്നുമില്ല. ഉള്ളത് കൂടി പറ്റിപ്പോവും, ഹാനിയായി പോവും. ഭരണി പ്രിയപ്പെട്ടവരെ, വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ സ്നേഹത്തിൽ വേരുവാങ്ങി അടിയുറക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. 2-ാമത്തെ വചനം കൊളോസ്യർ 3:14 സർവോപരി എല്ലാത്തിനെയും കൂട്ടിയിണക്കി പരിപൂർണമായ ഐക്യത്തിൽ ബന്ധിക്കുന്ന സ്നേഹം പരിശീലിക്കുകയും. സ്നേഹം പരിശീലിക്കേണ്ട കളികളാണ് കുടുംബങ്ങൾ. അതിന് വിരുദ്ധമായിട്ടാണ് പറയുന്നത് നടക്കുന്നേ. ഞാന് ഒരു വഴി നടന്നു പോകുമ്പോൾ ഒരു കാഴ്ച കണ്ടു. ഈ കാഴ്ച എന്ന് പറയുന്നത് ഒരു ഭാര്യ ഭർത്താവിന്റെ പറന്നു നിന്ന് 5-ാമത്തെ രംഗമാണ്. ഞാനിത് കണ്ടെന്ന് ഭാവിച്ചു. ഒരു കുടുംബമല്ല, ഞങ്ങളുടെ ഒരു കുഞ്ഞു അവിടെ നിൽക്കണോ അത് ഭാര്യ ഭർത്താവ് അങ്ങനെയൊക്കെ. ഞാനിങ്ങനെ പോയി. ഈ സ്ത്രീ എന്നെ ഒന്ന് കണ്ടിട്ട് ഞാനിത് കണ്ടെന്ന് ഇപ്പം ഈ സ്ത്രീ നിലത്ത് നിന്ന് ചൂട്ടിച്ചോടെ പോലെ ആയിട്ട് കൊടുത്തത് കിട്ടിയോട്ടില്ല. നാണക്കേടി ഞാൻ എത്രയോ പറയാനൊന്നും പോയില്ല. ഞാൻ എനിക്ക് ചിരിക്കണമെന്ന് പറയാം. ഈ വണ്ണം പറഞ്ഞ സ്ത്രീ പറന്ന് നിന്ന് കെട്ടിയോട്ട് കൊടുക്കോ ഇങ്ങനെ കൊടുക്കാമേ അപ്പനിട്ടെന്ന് കേട്ടിട്ടേ നേരെ അത് തന്നെ വയ്ക്കുക. എന്തായാലും 5-6 മാസം കഴിഞ്ഞ് ഒരു ദിവസം എന്നെ ഒറ്റയ്ക്ക് പിടി ഇപ്പം അപ്പൊ എന്നോട് പറഞ്ഞു, അതെ എന്നെ എന്ത് വിടിയ വിവാഹം കഴിച്ച 4-ാം ദിവസം എന്നെ കുനിച്ചു നിർത്തി കൈകൂട്ടുകൊണ്ട് 3 കിട്ടി പുറത്തിട്ട് പിടിച്ചു. അന്ന് മുതൽ ഞാൻ പറയുന്നത് ഇനി ഇരിക്കുമ്പോൾ ഞാൻ വിളിക്കും, ഇനി ഇരിക്കുമ്പോൾ ഞാൻ വിളിക്കും. ഞാൻ വർഷങ്ങൾ ഇത് ഈ ഇടിയെല്ലാം കൊണ്ടിരിക്കും. പിന്നെ എന്നെ അന്നിരിക്കാൻ കാരണം എന്താ, വീടിന്റെ മുറ്റത്തിൽ 10-20 ചേന നട്ടിരുന്നു. ഒരു കൊച്ചനുണ്ട്, അവനെ തുല്യമായിട്ട് വന്നിട്ട് വിട്ടുപോയി 13
13 വെട്ടി കൊടുത്തിട്ട് അമ്മ കാണാതെ പിടിച്ചു കുഞ്ഞി അടിയൊക്കെ കൊടുത്തു. അപ്പനും തീരുമാനം തിരുമേ കൊച്ചെടുത്ത് വലിയവായി വെക്കുന്നുമില്ലായിരുന്നു. പക്ഷെ ഒരു ദിവസം ഒരു മാസമൊക്കെ കഴിഞ്ഞു ഒരു ദിവസം ഒരു വാക്കത്തി എടുത്തുകൊണ്ട് വന്ന് അവിടെ ഈ മനുഷ്യൻ എന്തോ വെട്ടിക്കൊണ്ടിരുന്നില്ല, എന്തോ വെച്ച് കെട്ടാനൊക്കെ ആയിട്ട് പണിയുടെ ഭാഗമായിട്ട് അന്നേരം വഴി പോലെ ഇങ്ങനെ ചെലവഴിക്കാൻ പാടാം അത് നോക്കിയിരിക്കുക. ആ വാക്കത്തി അവിടെ ഇട്ടിട്ട് അങ്ങോട്ട് വെച്ചിട്ട് അവനെ കുടിക്കാൻ പോയി. 1 മണിക്കൂർ കഴിഞ്ഞ് 4 കാലേ വന്നപ്പോൾ ബാക്കി 7 ഞങ്ങളെ വെട്ടിമറിച്ച് ദഹം തന്നെ മുടക്കലായിട്ട് കെട്ടുന്നതിന്റെ സമരത്തിന് വീടിന്റെ മുഖത്ത് തന്നെ റിവേഴ്സിൽ എടുത്ത് അവൻ നിപ്പണ്ട ഇഷ്ടപ്പെട്ടില്ല. ഈ പിള്ളേർ വാക്കൊക്കെ അവിടെ വെച്ചിട്ട് പോയത് മറന്നുപോയി. ഭാര്യയോട് ഇങ്ങ് വന്നേടിയെന്നോ എന്നെ വയ്യാതെ ഇങ്ങ് വന്നേടിയെന്നോ ഓടിയോ നിന്നോട് പറഞ്ഞിട്ടില്ലേടി കൊച്ചെടുക്കൽ മുറിച്ചോ ആയിരങ്ങൾ നോക്കുന്ന 2-3 ഇടിയൊക്കെ കൊണ്ടു ആളുകളൊന്നും കിട്ടില്ല. കിട്ടിയ അവസരം അതാണ് ഞാൻ കാണുന്നത്. പറന്നു നിന്ന് ഒരു 5 കിട്ടിയെ കൊണ്ട് ഇടിച്ചിട്ട് താഴെ നോക്കിയത് തന്നെയാണ് ചുട്ടിയോടെ പോലെയായത്. ഞാൻ ഒരു ദിവസം പുസ്തകം പറഞ്ഞു, സർവോപരി കൂട്ടിയിണക്കി പരിപൂർണമായ ഐക്യത്തിൽ ബന്ധിക്കുന്ന സ്നേഹം പരിശീലിക്കും. മാതാപിതാക്കളുടെ സ്നേഹത്തെ കണ്ടുവേണം മക്കൾ വളരാൻ. ആ സ്നേഹം വേണം അവരുടെ ഒന്നാമതായിട്ട് ആ സ്നേഹം വേണം മക്കളുടെ ഹൃദയത്തിൽ നിറയാൻ. അതില്ല പലയിടത്തും മാതാപിതാക്കൾ കലഹിക്കുന്നു, മക്കളുടെ മുമ്പിലിട്ട് വായിലിട്ട് കൊടുക്കുന്നു, ഭർത്താവിനിട്ട് കൊടുക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ കുടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ശൗര്യവും വീഞ്ഞും ഒക്കെ ഉള്ളത് ഭാര്യയിലിട്ട് കൊടുക്കുക. കിട്ടുന്നവരാണ് ഒരുവൻ. ഞാൻ കുറേ മലയാളമൊക്കെ അപ്പുറത്താണ്. ഒരുവൻ കൂടിയും കഴിഞ്ഞ് വന്നിട്ട് പാൻസിന്റെ ബെൽറ്റ് രാത്രി മുഴുവൻ ഭാര്യയിട്ട് അടിച്ചു. ഞാൻ ഒത്തിരി വിഷമിച്ചാണ്. നല്ല ഏറ് കിട്ടുമോ തല്ല് കിട്ടുമെന്ന് പേടിച്ച അവരുടെ വീട് ഇടവനക്കാടെന്ന് പറയുന്ന വീട്ടിൽ കയറി. എന്നാച്ചോ വന്നതേ മോള് ഇവിടെ ആണല്ലോ, വിവാഹബന്ധമൊക്കെ ഏതാണ്ട് തകർന്ന പോലെയാണെന്നൊക്കെ ആണല്ലോ ഞാൻ അറിയുന്നത്. അതേ എനിക്ക് ഇച്ചിരി സംസാരിക്കാം, സംസാരിക്കാം, ഒരു കുഴപ്പമില്ല. മകളും പറഞ്ഞു, അപ്പനും പറഞ്ഞു, അമ്മയും പറഞ്ഞു. എനിക്ക് സമാധാനമാണ്. അവിടെ ഇരുന്ന് എല്ലാവരും മണിക്കൂർ സംസാരിച്ചു. കാര്യം ഇവര് 5 വർഷമേ ജീവിച്ചുള്ളൂ. ഇവന്റെ ക്രൂരതയ്ക്ക് എന്തും അവൻ ശരിയാവോ? അവനെ ശരിയാക്കണം. ഒരു രാത്രി മുഴുവൻ എന്റെ മകളെ വാൻസിന്റെ ബെൽറ്റ് വാരി ചൂരി അടിച്ചു. അതിനുള്ള തെറ്റെന്റെ മകള് ചെയ്തോ? എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഒരു മകനെയോ മകളെയോ ഒരു ഭാര്യയോ ഭർത്താവിനെ ശിക്ഷിക്കാനുള്ള ഒരു ഭാര്യയോ നമ്മൾ കൊടുക്കുന്ന വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മക്കൾക്ക് കൊടുക്കുന്ന ശിക്ഷ തെറ്റിന് ആനുപാതികമാണോ? തെറ്റിന് ആനുപാതികമല്ലെങ്കിൽ അത് ക്രൈമോ? ഈ മനുഷ്യൻ ചോദിക്കുന്ന എത്ര രാത്രി മുഴുവൻ വെൽറ്റൂരി എന്റെ മകളെ തല്ലി ചതച്ചുകൊണ്ടിരിക്കാൻ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഞാനും എന്റെ ഭാര്യയും കൂടെ അല്ല ഈ കുഞ്ഞ്, ഞങ്ങൾക്കിട്ടല്ലേ ഈ വഴിയെല്ലാം കിട്ടുന്നേ. സഹിക്കാൻ പറ്റുന്നില്ല. അതിനകത്ത് താല്പര്യവുമില്ല. 3.5 വർഷം ഞാൻ വീട്ടിൽ 4 പ്രാവശ്യം പോയി. അവസാനം ഒക്കെ അവൻ മനുഷ്യനായി തീർന്നിട്ടുണ്ടെങ്കിൽ ഞാൻ 2 ഇടത്താണ് ജനിപ്പിക്കാൻ കൊണ്ടുപോയി. അവരുമായിട്ട് നിരന്തര കുടിയെല്ലാം നിർത്തി നിരന്തരമായ സമ്പർക്കത്തിലായി അവനെ രക്ഷിച്ചു. കഴിഞ്ഞിട്ട് 2 പേരെ കൂടെ ഞാൻ ആശ്രമത്തിൽ വിളിച്ച് 2 കുടുംബങ്ങളെയും കൂടെ എന്നിട്ട് ചർച്ച ചെയ്ത് ഒരേ ഒന്നിനേർത്ത് വിട്ടു. ഞാൻ വീണ്ടും പല പ്രാവശ്യം അവിടെ പോയി. ആ വഴി പോയപ്പോഴൊക്കെ കയറി അവിടെ ഭാര്യമാതാ സ്നേഹത്തിൽ ജീവിക്കുന്നുണ്ടോന്ന് അറിയാം. സർവോപരി എല്ലാവരെയും കൂട്ടിയിണക്കി പരിപൂർണമായ ഐക്യത്തിൽ ബന്ധിക്കുന്ന സ്നേഹം പരിശീലിക്കുവാൻ പറഞ്ഞാൽ ഇനി 1 യോഹന്നാൻ 3:16 ക്രിസ്തുവിനു വേണ്ടി സ്വന്തം ജീവൻ ത്യജിച്ചു എന്നതിൽ നിന്ന് സ്നേഹം കണ്ടെത്തുന്നതാണെന്ന് അറിയുന്നു. അത് പ്രധാനപ്പെട്ടതാണ്. പ്രിയപ്പെട്ടവരെ, ഗുജറാത്തിലെ ഒരു ഭൂകമ്പമുണ്ടായപ്പോൾ പാലക്കാട്ടുകാരായ ഒരു ഹൈന്ദവ ദമ്പതികളായിരുന്നു. അവർ 8 മാസം ഗർഭിണിയായിരുന്നു. അവർ താമസിച്ചിരുന്ന ബിൽഡിംഗ്
ആഴത്തിലേക്ക് താഴ്ന്നു പോവുകയാണ്. 6 നില കെട്ടിടം. പോലീസിന്റെ ഭാഗങ്ങളൊക്കെ ഇടിച്ച് പൊളിച്ച് ജീവനുള്ളതാണ്. 6-ാം ദിവസമാണ് രക്ഷാപ്രവർത്തകർ അവിടെ എത്തുന്നത്, ഈ ബിൽഡിംഗ് എത്തുന്നത്. എല്ലാം മൊത്തം നഷ്ടമായി. ഞാൻ അരീക്കരെ ധ്യാനിപ്പിക്കുമ്പോൾ അവിടുത്തെ ഒരു സിസ്റ്റർ പറയുകയാണ്, അവിടെ ഉണ്ടായിരുന്ന സിസ്റ്റർ ഒരു സ്കൂളിൽ പിള്ളേരെ എല്ലാം ഒരു കോച്ചിങ്ങിന് വേണ്ടി ഗ്രൗണ്ടിൽ എത്തിച്ച സമയത്താണ് ഈ ഭൂകമ്പം ഉണ്ടാകുന്നത്. സെന്റ് ജോസഫ് സിസ്റ്റർ ഭൂകമ്പം ഉണ്ടാകുന്നത്. അപ്പോൾ 3 പെൺകുട്ടികൾ ടോയ്ലറ്റിൽ പോയിരുന്ന ആ സമയം ഈ പിള്ളേരെ മുറ്റത്ത് നിൽക്കുന്നു. ഭയങ്കര സ്കൂള് കിട്ടുമല്ലോ, ഇടിയും വീട്. ഈ 3 പിള്ളേരെ രക്ഷിക്കാൻ അറിയാത്ത ഇവരുടെ നിലവിളിയാണ്. 3 പെൺകുഞ്ഞുങ്ങളെ ആ സ്ലാവുകളെല്ലാം ഇടിഞ്ഞ് തകർന്ന് ഞെരിഞ്ഞ് ഇവരുടെ മേലിരിക്കുക. ഒന്നും ചെയ്യാനില്ല. അവിടെ വികാരിക്കും കഴിയുന്നത്തോളം കൂടെ നീക്കാൻ പറ്റി എല്ലാം കൂടി ഇടിഞ്ഞു വീഴുകയാണ്. ഒരാളുടെ മരിക്കാവുന്നതേ ഉള്ളൂ. ഒത്തിരി പരിശ്രമം നടത്തിയിട്ട് അവരെ രക്ഷിക്കാനാവില്ല. അവരുടെ കരച്ചിലിന്റെ ശബ്ദത്തിൽ കുറഞ്ഞു അവർ മരിക്കുകയാണ്. പെൺകുട്ടികൾ അന്ന് ആ വികാരിച്ചൻ ഒരു ടെറസിൽ പോയി കിടന്ന വിഷമം സഹിക്കാൻ നിഷ്കളങ്കരമായ ആദിവാസികൾക്കൊക്കെ ആയിരിക്കാം. 3 പെൺകുട്ടികളല്ലേ മരിച്ചൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ. എന്നിട്ട് ആ അച്ഛൻ ഈ ടെറസിൽ പോയി കിടന്ന് അവിടുന്ന് ഉരുണ്ട് വന്ന് താഴെ വീഴും. ഒരു വ്യക്തിയുടെ വിഷമം, ഒരു പുരോഹിതന്റെ ഹൃദയം, ഒരു ഇടയന്റെ ഹൃദയം കുലിക്കുന്നതാണ് ഇല്ലേ. എന്നിട്ട് അച്ഛനെ ഒരു 1-2 മാസം ചികിത്സിക്കേണ്ടി വന്നു. ഉരുണ്ട് മണി താഴെ പോയില്ലേ, താഴെ വീഴുക, ടെറസിന്റെ താഴെ വീഴ പോയി. അപ്പം അത്ര തീവ്രമായ ഒരു സംഭവമായിരുന്നു ഗുജറാത്തിലെ ഈ ഭൂകമ്പം എന്ന് പറയും. അവിടെ എന്തായാലും ഈ 6-ാം ദിവസവും രക്ഷാപ്രവർത്തകർ ഈ ഇടിഞ്ഞ് താന്നുകൊണ്ടിരിക്കുന്ന ബിൽഡിംഗ് ഇടിച്ചു പൊളിച്ച് ബുൾഡോസറുമായിട്ട് ഇടിച്ചു പൊളിച്ച് ചെന്നപ്പോൾ ഒരു സ്ത്രീ കിടക്കുന്ന ഒരു സ്ത്രീയുടെ എന്തോ ഒരു അനക്കം. അവരതിന്റെ ഭാഗങ്ങളെല്ലാം പൊളിച്ചു മാറ്റി ഈ സ്ത്രീയെ വലിച്ചെടുത്തപ്പോൾ ജീവനുണ്ട്. ആശുപത്രിയിൽ കൊണ്ടുപോയി. ബോധം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഞങ്ങൾ താമസിക്കുന്ന റൂമിലേക്ക് വലിയ സ്ലാബുകളൊക്കെ ഇടിച്ചു വീഴുകയാണ്. ആ മനുഷ്യന്റെ എല്ലാ ടോയ്ലറ്റിന്റെ വൈപ്പോഴിയും ചാടി എങ്ങനെയില്ല ആണല്ലേ എങ്ങനെ പോകാമോ പോയില്ല. അവർ ഭാര്യ എടുത്തുകൊണ്ടുപോയി ഒരു അടുക്കി കിടത്തി. എങ്ങനെയും രക്ഷിക്കാനുള്ള പരിശ്രമം. എന്നിട്ട് അവരുടെ ഗർഭപാത്രത്തിന് ഹൃദയത്തിന് മുകളിൽ അവനെ കൊണ്ടാകുന്ന ഒരു വളയം സൃഷ്ടിച്ചു. അവിടെ എല്ലാം ഞെരിഞ്ഞ് അമർന്നു പോവുകയാണ്. രക്ഷാപ്രവർത്തകർ പറഞ്ഞതനുസരിച്ച് രക്ഷാപ്രവർത്തകരെ നോക്കിയപ്പോൾ പുറത്ത് കമ്പിയെല്ലാം തടഞ്ഞു മരിച്ചു ഉണങ്ങിയിരിക്കുന്ന ഭർത്താവിന്റെ മൃതശരീരം കിട്ടി. അവരുടെ ഉള്ളിൽ കിടന്ന കുഞ്ഞും മരിച്ചുപോയി. അവളുടെ ജീവൻ തിരിച്ചു കിട്ടും. ഞാൻ പറഞ്ഞു വരുന്നത് അവന് വേണ്ടി രക്ഷപ്പെടാമായി ക്രിസ്തുവിനു വേണ്ടി സ്വന്തം ജീവൻ ത്യജിക്കുന്നതിൽ നിന്ന് സ്നേഹമെന്ന് നാം അറിയുന്നു. ഒരു മഹാനു വേണ്ടി ജീവൻ ത്യജിക്കാൻ പോലും തയ്യാറാകുന്ന ഒരു ദാമ്പത്യ ജീവിതം അവിടെയാണ് വിജയിക്കുന്നത്. അത്ര ആഴമേറിയ സ്നേഹം. അവന് വേണ്ടി രക്ഷപ്പെടാമായിരുന്നു. പാലക്കാട്ടുകാരെ അറിയുന്നത് നിർമ്മിതികളാണ്. അവന്റെ അവന്റെ പുറത്തെല്ലാം കമ്പി നിറഞ്ഞ് കയറി മരിച്ച് ഉണങ്ങിയിരിക്കുന്ന 6-ാം ദിവസമായപ്പോഴേക്കും അത്രത്തോളം ഒരു ഭാര്യയെ സ്നേഹിച്ച് ഗർഭിണിയായ ഭാര്യയെ എടുത്തുകൊണ്ട് സ്റ്റെയർകേസിനടുക്കി കിടത്തിയിട്ട് ഒരു 4-2 കുട്ടികൾ ഒരു വശത്ത് കൂട്ടി മറുവശത്ത് കൈരണ്ടും കൂട്ടി ഒരു വളയം സൃഷ്ടിക്കുക. എങ്ങനെയും അവളെയും കുഞ്ഞിനെ രക്ഷിക്കാൻ പറ്റി. കുഞ്ഞിനെ രക്ഷിക്കാൻ പറ്റി, അവളെ രക്ഷിക്കാൻ പറ്റി. അവളെ രക്ഷിക്കാൻ വേണ്ടിയാണ് ജീവൻ ത്യജിക്കുക. അതാണ് നമ്മൾ കാണുന്നത്. ക്രിസ്തു നമ്മൾക്ക് വേണ്ടി സ്വന്തം ജീവൻ ത്യജിക്കുന്നതിന് സ്നേഹമെന്ന് നാം അറിയുന്നു. ആ സ്നേഹം അനുഭവിക്കാൻ വേണ്ടിയുള്ള വിളിയ, ആ സ്നേഹം കൊടുക്കാൻ വേണ്ടിയുള്ള വിളിയ. ജീവിതകാലം മുഴുവൻ ഒരു ഭാര്യയുടെ ഹൃദയത്തിലേക്ക് സ്നേഹം പകർന്നു കൊടുത്തുകൊണ്ടേയിരിക്കുക. ജീവിതകാലം മുഴുവൻ ഒരു ഭർത്താവിന്റെ ഹൃദയത്തിലേക്ക് സ്നേഹം പകർന്നു കൊടുത്തുകൊണ്ടേയിരിക്കുക. നമ്മുടെ വിളികളാണ് അറിയപ്പെട്ടത്. അതാണ് പുരുഷന്റെ ആവിഷ്കരിക്കപ്പെട്ട പരിശുദ്ധമായ സ്നേഹം. റോമൻ 5:8 ഒരു നല്ല മനുഷ്യന് വേണ്ടി മരിക്കാൻ പലരും തയ്യാറായി വരാം. എന്നാൽ നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെ
പറഞ്ഞിരിക്കുന്നു. ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കാൻ കഴിയണം പ്രിയപ്പെട്ടവരെ. അത് ഉള്ളിൽ ഉണ്ടെങ്കിൽ ഒരു പങ്കാളിക്ക് അനുഭവിക്കാൻ പറ്റൂ. ഭരണികളിൽ വെള്ളം നിറയ്ക്ക് അഥവാ ഹൃദയങ്ങളിൽ സ്നേഹം നിറയ്ക്ക്. എവിടെയൊക്കെ നമ്മൾ ആ സ്നേഹത്തെ നിഷേധിച്ചിട്ടുണ്ടോ? എവിടെയൊക്കെ നമ്മൾ ആ സ്നേഹത്തെ വിട്ടുകളഞ്ഞിട്ടുണ്ടോ? മാതാപിതാക്കളിലാവാം, ഭർത്താവിലാവാം, ഭാര്യയിലാവാം, മക്കളിലാവാം. അത് നിറയ്ക്കാനുള്ള വഴിയാണ്. നിറയ്ക്കണമെങ്കിൽ എന്റെ ഉള്ളിൽ വേണം. അതാ ഞാൻ പറഞ്ഞു വരും. ഓരോ ഭർത്താക്കന്മാരും ഉള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണം പ്രിയപ്പെട്ടവരെ. അങ്ങനെ ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും നിങ്ങളുടെ സ്നേഹത്തെ വേണ്ടിവാതെ കൈവരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കും. ക്രിസ്തുവിന്റെ സ്നേഹം ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ ആ സ്നേഹത്തെ നമുക്ക് ഒരു പങ്കാളിയുടെ ഹൃദയത്തിലേക്ക് പങ്കുവയ്ക്കാൻ പറ്റും. നമ്മൾ ആത്മാർത്ഥമായ സ്നേഹത്തിൽ ജീവിക്കുക. ഇടവകയോടുള്ള മനോഭാവങ്ങളിലൂടെയൊക്കെ ആത്മാർത്ഥമായ സഹകരണമുള്ള ഇടവകകളാണ്. ചില ഇടവകളിലൊക്കെ ചില മനുഷ്യർ ഒരു വിഭാഗം സഹകരിക്കുന്നവരും ഒരു വിഭാഗം സഹകരിക്കാത്തവരും പരിശുദ്ധ കുർബാനയിലുള്ള അഴകേറിയ പങ്കുചേരൽ, മനസാന്തര അനുഭവം, പങ്കുവയ്ക്കലിന്റെ അനുഭവം, ദൈവസ്നേഹം പങ്കുവയ്ക്കുന്നതിന്റെ അനുഭവം അതൊക്കെ നമ്മുടെ ഇടവകയിലൂടെ ഇടവക ദേവാലയത്തിലെ ആൾക്കാരിൽ നിന്നാണ് നമ്മൾ കർത്താവിന്റെ ശരീരവും രക്തം സ്വീകരിച്ച് വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണം ആ അനുഭവത്തിലേക്ക് വരുന്നത്. അപ്പൊ അത് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തെ ദൈവത്തിന് നമുക്ക് സമർപ്പിക്കാം. എല്ലാ ദമ്പതികളെയും സമർപ്പിക്കുകയാണ്. ഈ ഇടവകയിൽ ഉള്ളവരെയും സ്ഥലത്തുള്ളവരെയും സ്ഥലത്തില്ലാത്തവരെയും എല്ലാം നാം സമർപ്പിക്കുകയാണ്. ദൈവത്തിന്റെ സ്നേഹവും അനുഗ്രഹവും എല്ലാവരുടെയും ഹൃദയത്തിലുണ്ടാകട്ടെ. ദമ്പതികൾ ഒന്നിച്ച് നിൽക്കുന്നവരെല്ലാം തന്നെ എഴുന്നേറ്റ് നിൽക്കുക. നിങ്ങൾ മുഖത്തോട് മുഖം തിരിഞ്ഞ് നിൽക്കുക. ആ